കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല കുറുകിയ ചാറിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി തയ്യാറാക്കിയെടുക്കാം. വളരെ രുചികരമായിട്ടുള്ള ഈ കറി ചോറിൻ്റെ കൂടെ കുഴച്ച് കഴിച്ചാൽ മതി കേട്ടോ. വേറൊന്നും വേണ്ട. എന്നാൽ ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. വളരെ ടേസ്റ്റിയാണ്. എന്നാൽ സിമ്പിളായിട്ട് കുറഞ്ഞ ചിലവിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് വഴുതനങ്ങയാണ്. വഴുതനങ്ങ അല്ലെങ്കിൽ കത്രിക്ക എന്നൊക്കെ പറയുന്നില്ലേ, ഈ വഴുതനങ്ങ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തു. അത്യാവശ്യം കനത്തിലാണ് കട്ട് ചെയ്തത്. ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അതിൻ്റെ കറയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. നൈസായിട്ട് കട്ട് ചെയ്യണ്ട, അല്പം കട്ട് ചെയ്തിരുന്നോട്ടെ. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ പാം ഓയിലോ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ആയിരുന്നാലും കുഴപ്പമില്ല കേട്ടോ, ഓരോരോ ഇഷ്ടം പോലെ ചെയ്യാം. അത്യാവശ്യം കൂടുതൽ എണ്ണ വേണം ഈ കറിക്ക്. ഒക്കെ തെളിഞ്ഞ് വരുമ്പോഴാണ്, മസാലയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത്ര ഹെൽത്തി അല്ലാത്തത് കൊണ്ട് പാകത്തിന് എണ്ണ ഒഴിച്ച് നമുക്ക് ചെയ്യാം. ആദ്യം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ വഴുതനങ്ങ എല്ലാം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. കൂടുതൽ അങ്ങ് ഡ്രൈ ആയിട്ടൊന്നും വേണ്ട, അത്യാവശ്യം ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. അതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി ഇത്രയും മതി. ഇനി നമുക്ക് ഗ്രേവിയിലൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇനി അതേ പാനിൽ തന്നെ അതിൽ പൊടികളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് എടുത്ത് കളയണം, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും കേട്ടോ. കടുകിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ചെറിയ ജീരകല്ലേ, അത് അല്പം ഇട്ട് കൊടുക്കണം. എന്നിട്ടൊന്ന് പൊട്ടി അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് വരട്ടെ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഒരല്പം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇത് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പച്ചമുളക് കട്ട് ചെയ്തതും വെളുത്തുള്ളി നൈസായിട്ട് കട്ട് ചെയ്തതും ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തതും കൂടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ചതച്ചൊന്നും ഇടണ്ട, ഇതേപോലെ നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്നിങ്ങനെ വരട്ടെ. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം സിമ്മിലിട്ടിട്ട്. ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത സവോള ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളിയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പക്ഷെ കൂടുതൽ ചേർക്കുമ്പോൾ നമുക്കത് നന്നാക്കി എടുക്കാനുള്ള സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയ 2 സവാളയാണ് നൈസായിട്ട് കട്ട് ചെയ്തത്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അത്യാവശ്യം ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. നല്ല ബ്രൗൺ കളറായിട്ട് വരണം കേട്ടോ. എന്നാലാണ് അത് മസാലയൊക്കെ ചേർത്ത് ഗ്രേവിയിലേക്കൊന്ന് അലിഞ്ഞ് ചേരുള്ളൂ. അങ്ങനെ ഉള്ളി അങ്ങ് വഴന്ന് കടിക്കാനൊന്നും പാടില്ല. കറിക്കൊന്നും അത്ര രുചി കിട്ടില്ല. ഒന്ന് തിക്ക് ഗ്രേവി ആയിട്ടാണ് ഈ കറി ഉണ്ടാവേണ്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത്. അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ബ്രൗൺ കളറായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. തക്കാളി കട്ട് ചെയ്ത് ഇടാം. എന്നാൽ 2 പഴുത്ത തക്കാളി ഒന്ന് മിക്സിയിൽ അടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഗ്രേവിക്കൊക്കെ നല്ലൊരു തിക്നെസ്സും നന്നായി കുറുകിയ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് മിക്സിയിൽ 2 പഴുത്ത തക്കാളി ഒന്ന് അടിച്ചെടുത്തോ. എന്നിട്ട് അതും കൂടി ചേർത്തൊന്ന് തിളച്ച് അതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരട്ടെ കേട്ടോ. ഇനി നമുക്കതിലേക്ക് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കണം. ഒരു വലിയ സ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ്. പച്ചമുളകും എരിവുള്ളതാണ്, എന്നാൽ ഒരല്പം മുളക് പൊടിയും കൂടി ചേർക്കണം. ഞാൻ അല്പം കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തത്. സാധാരണ മുളക് പൊടി ചേർത്താലും മതി കേട്ടോ. അതൊക്കെ ഓരോരോ ഇഷ്ടം പോലെ ചെയ്യാം. ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഒരു കളറിന് വേണ്ടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഗരം മസാലയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം കേട്ടോ. ഒരല്പമൊക്കെ ചേർക്കാം അതിൻ്റെ ടേസ്റ്റൊക്കെ. പിന്നെ വേണ്ടത് 2 സ്പൂൺ മല്ലിപ്പൊടിയാണ്. വറുത്ത് പൊടിച്ചതോ പച്ചയോ ആയിക്കോട്ടെ. മല്ലിപ്പൊടി 2 സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഗരം മസാല ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. വേണ്ടവർക്ക് ചേർക്കാമെന്നാണ് പറഞ്ഞത്. പിന്നെ കായല്ലേ, കറിക്കായം, അതൊക്കെ വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം. രണ്ടും ഞാൻ ചേർത്തിട്ടില്ല. ഇനി ഒരല്പം കുരുമുളക് പൊടിയും കൂടി ചേർക്കണം. ഒന്ന് ചതച്ചിട്ടതായാലും മതി, അല്ലെങ്കിൽ ഒന്ന് പൊടിച്ചതായാലും മതി കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ പച്ച മണം ഒന്ന് മാറുന്ന പോലെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. ഈ മസാലയിൽ ഈ പൊടികളൊക്കെ കരിയാതെ ഒന്ന് വഴന്ന് വെന്ത് വരട്ടെ കേട്ടോ. ഒരല്പം എണ്ണ കൂടുതലിരുന്നാൽ നല്ലതാണെന്ന് പറഞ്ഞില്ലേ. ഇപ്പോൾ നമുക്കിതിലേക്ക് ഒരല്പം എണ്ണ ഒഴിക്കാനൊക്കെ തോന്നുന്നുണ്ടില്ലേ. നോൺ സ്റ്റിക്കിലായതുകൊണ്ട് ഞാൻ പിന്നെ അത്ര ഒഴിച്ചില്ല കേട്ടോ. ഇതിൽ തന്നെ ഒന്ന് വഴറ്റിയെടുത്തു. തക്കാളിയുടെയൊക്കെ ഒരു വഴുവഴുപ്പൊക്കെ ഉണ്ടല്ലോ, പേസ്റ്റാക്കി ഇട്ടതുകൊണ്ട് അത്യാവശ്യം ഒന്ന് വഴന്നു വന്നു. ഈ സമയം നമുക്കൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി ഒന്ന് കുതിർത്ത് അതിൻ്റെ ജ്യൂസ് ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പുളിയുള്ള തക്കാളി ആണെങ്കിൽ അധികം ഒഴിക്കണ്ട കേട്ടോ. കറക്റ്റായിട്ട് കിട്ടിയാൽ മതി, കൂടുതൽ ഒഴിക്കണ്ട പുളി. അതിൻ്റെ ജ്യൂസ് എടുത്തു. അതിൻ്റെ പച്ച മണമൊക്കെ മാറാനും ആ ടേസ്റ്റൊക്കെ പുളിയുടെ
ചവർപ്പൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് വറ്റിച്ചെടുത്തു. സിമ്മിലിട്ടിട്ട് വേണം ഇത് ചെയ്യാൻ കേട്ടോ. എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു. സമയം നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. തിക്ക് ഗ്രേവിയാണ്, അപ്പോൾ കൂടുതലൊന്നും ചേർക്കണ്ട. ഞാൻ കുറച്ച് കല്ലുപ്പൊക്കെ ചേർത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ 1.5 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വെന്ത് ഒന്ന് കുറുകി വരണം കേട്ടോ. മസാലകളെല്ലാം കൂടി ഒന്ന് വെന്ത് കുറുകി വരുമ്പോഴാണ് ഈ കറിയുടെ ടേസ്റ്റ് വരിക. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം. ഒന്ന് അടച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി നമുക്കിതൊന്ന് തെളിയിച്ചെടുക്കണം. ഇതാ കണ്ടില്ലേ, ഒരല്പസമയം വെക്കണം കേട്ടോ. ഞാനിത് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് അത് മാത്രം സ്കിപ്പ് ചെയ്ത് കാണിച്ചതാണേ. 2-3 പ്രാവശ്യം ഒന്ന് അടച്ച് ഇളക്കിയിട്ട് ഒന്ന് തിളപ്പിച്ച് വന്നിട്ടുണ്ട്. വീണ്ടും ഒന്നും കൂടി ഒന്ന് കുറുകി വരാൻ തിളപ്പിച്ചു. ഇത്രയുമായി, അടിയിലൊന്നും പിടിച്ചില്ല. എല്ലാ മസാലയും വെന്ത് റെഡി ആയിട്ടുണ്ട്. ഈ സമയം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള വഴുതനങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ സമയം പെട്ടെന്ന് മസാലയൊക്കെ പിടിച്ചോളും. ഉപ്പൊക്കെ വഴുതനയിലേക്ക് നന്നായിട്ട് പിടിച്ചോളും. പിന്നെ നമ്മൾ ഉപ്പിട്ടിട്ടല്ലേ കറിയൊക്കെ കളഞ്ഞിട്ടുള്ളത്, ഒരല്പം അതിൽ കാണും. സോഫ്റ്റ് ഫ്ലഷ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പിടിച്ചോളും. ഇനി വെന്തങ്ങ് കലങ്ങണ്ട കേട്ടോ. നന്നായിട്ടൊന്ന് ഉടയാതെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരല്പം കൂടി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ചൂടുവെള്ളം ഒഴിക്കണം. ഈ സമയം കുറച്ച് ഒഴിക്കുന്ന രീതിയിൽ ഗ്രേവി വേണമല്ലോ. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു. ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കാം. മല്ലിച്ചപ്പിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒന്ന് അടച്ച് വെച്ചൊന്ന് തിളച്ച് സെറ്റായിട്ട് വരട്ടെ. എണ്ണയൊക്കെ തെളിഞ്ഞു വഴുതനങ്ങയിലേക്ക് എല്ലാം പിടിച്ചിട്ടുണ്ട് കേട്ടോ. എരിവും ഉപ്പും മസാലയൊക്കെ. ഒരു വഴുതനങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരുടെയും അഭിപ്രായം പറയൂ.